ജലസംരക്ഷണം. ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് ജലം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയും വെള്ളത്തിൻ്റെ ദുരുപയോഗവും ശുദ്ധജലത്തിൻ്റെ ലഭ്യതക്കുറവിൽ ബാധിക്കുന്നു. ജലമാണ് ജീവൻ എന്നത് വെറുമൊരു ചൊല്ലല്ല. ഭൂമിയുടെ 71% വെള്ളമാണെങ്കിലും 1% താഴെ മാത്രമാണ് ഇതിൽ ശുദ്ധജലം. 2.5 മുതൽ 3% ശുദ്ധജലമാണെങ്കിലും ഭൂരിഭാഗവും മഞ്ഞുപാളികളിലോ ഹിമാനികളിലോ ആഴത്തിലുള്ള ഭൂഗർത്തത്തിലോ ആണ്. തുള്ളിവെള്ളം, വെള്ളപ്പൊക്കം. ചെറിയ തുള്ളികൾ ചേർന്നാണല്ലോ വലിയ തുള്ളികൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ തുള്ളികൾ ചേർന്ന് ജലസ്രോതസ്സുകൾ ഉണ്ടാകുന്നു. ഓരോ തുള്ളി സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ജലം സംരക്ഷിച്ചാൽ മാത്രമേ ഭൂമി എന്ന അമ്മയെ രക്ഷിക്കാനാകൂ. വനനശീകരണവും നഗരവൽക്കരണവും ജലസ്രോതസ്സുകളുടെ മലിനീകരണം എന്നിവയാണ് ജലക്ഷാമത്തിന് കാരണങ്ങൾ. മരങ്ങൾ വെട്ടിക്കളയുന്നതിന് പകരം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുവാനും ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങുവാനുമുള്ള അവസരം നമ്മൾ ഒരുക്കേണ്ടതാണ്. നമ്മുടെ ഭാവി തലമുറയ്ക്കായി ജലം കരുതി വെക്കേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ് ജലസംരക്ഷണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ജലം സംരക്ഷിച്ചാൽ അത് നമ്മളെ സംരക്ഷിക്കും എന്നാണല്ലോ പറയപ്പെടുന്നത്. ജലത്തിൻ്റെ വില അറിയണമെങ്കിൽ അതിൻ്റെ ലഭ്യതക്കുറവ് വരണം. വേനൽക്കാലമായാൽ പലയിടങ്ങളിലും കിണറുകൾ വറ്റുകയും തോടുകളും പുഴകളും വറ്റി വിളരുകയും ചെയ്യും. കാലങ്ങൾ കഴിയുന്തോറും കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിനായി ആളുകൾ നെട്ടോട്ടമോടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പഴയ കാലങ്ങളിൽ ആളുകൾ ജലത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കുളങ്ങൾ, കിണറുകൾ, നീരുറവകൾ എല്ലാം സംരക്ഷിച്ചു പോന്നു. എന്നാൽ പുതിയ തലമുറയ്ക്ക് ആധുനിക സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനാണ് താൽപ്പര്യം. അവർ കുന്നുകൾ ഇടിച്ചും തടാകങ്ങൾ നശിപ്പിച്ചും വലിയ വലിയ കെട്ടിടങ്ങൾ പണിതും ജലത്തെ ചൂഷണം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ ലളിതമായ മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു പരിധിവരെ ജലം സംരക്ഷിക്കാനാകും. വീടിനുള്ളിൽ തന്നെ ടാപ്പുകൾ അടച്ചു വയ്ക്കുക. ചോർച്ചകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ബക്കറ്റും കപ്പും ഉപയോഗിച്ച് കുളിക്കുകയും വാഹനങ്ങൾ കഴുകുകയും ചെയ്യുക. വെള്ളം പാത്രത്തിൽ പിടിച്ച് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴുകുവാൻ ശ്രമിക്കുക. കൃഷിയിലും പൂന്തോട്ടങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം പാഴാകാതെ നനയ്ക്കാൻ ശ്രമിക്കുക. അതിരാവിലെ ചെടികൾ നനയ്ക്കുന്നതിന് പകരം രാത്രിയിൽ നനച്ചാൽ നീരാവിയായി പോകുന്നത് തടയാൻ സാധിക്കും. വീട്ടിൽ മഴക്കുഴി നിർമ്മിച്ചാൽ ഒരു പരിധിവരെ വെള്ളം കെട്ടിനിർത്തി ഭൂമിയിലേക്ക് വിടുവാൻ സാധിക്കും. പുഴകളിലും തോടുകളിലുമായി നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ കുറച്ചാൽ ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കാൻ കഴിയും. ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരമായ ജലം വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രകൃതിയുടെ വരദാനമാണ് വെള്ളം. ഓരോ മനുഷ്യനും മൃഗങ്ങൾക്കും വെള്ളം കൂടാതെ ജീവിക്കാൻ കഴിയില്ല. വെള്ളത്തെ സംരക്ഷിച്ചും അതിൻ്റെ ഉപയോഗം കുറച്ചും നമുക്ക് ഈ അമൂല്യമായ നിധിയെ കാക്കാം. ഇന്നത്തെ ഒരു തുള്ളി വെള്ളം നാളത്തെ ഒരു ജീവനാണ്. നന്ദി.